തിരിച്ചു വരുന്ന സമയത്ത് വൈത്തിരി ഭാഗത്ത് നോക്കുമ്പോഴത്തേനും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്പോട്ട് കണ്ടു. അങ്ങനെ എന്താ ഞങ്ങൾ നേരെ അവിടെ വന്ന് വണ്ടിയെല്ലാം നിർത്തി ഇറങ്ങി നേരെ ഉള്ളിലേക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം പലതിനും പല റേറ്റിലാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഞാനും അളിയനും കൂടെ നേരെ സിപ്പ് ലൈനാണ് എടുത്തത്. വൈഫും ഒക്കെ ആണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറാനും അങ്ങനെയുള്ളതാണ് അവരെടുത്തത്. അതിനുശേഷം ഞങ്ങൾ വേറൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇത് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും സിപ്പ് ലൈൻ്റെ ഏരിയ എത്തി. അവിടെ ചെന്ന് പിന്നെ അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. സേഫ്റ്റി മെറ്റീരിയൽസ് ആയിട്ടുള്ള ഹെൽമെറ്റും ബെൽറ്റ്സും റോപ്പും എല്ലാം ഇട്ടതിന് ശേഷം ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ ഒരു സൈഡിൽ ഫസ്റ്റ് ഞാൻ കയറി, അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ അളിയനും ഇറങ്ങി. അങ്ങനെ അളിയനെ ബെൽറ്റും എല്ലാം ഇടുന്നതും എൻ്റെ എല്ലാ ബെൽറ്റും കാര്യങ്ങളും ഹെൽമെറ്റും എല്ലാം വെച്ച് ഞാൻ സെറ്റായി കഴിഞ്ഞു. തിരിച്ചു പിന്നെ സിപ്പ് ലൈൻ്റെ ഇതിൽ കയറി ഞാൻ നേരെ താഴോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല രസവും അതേ കണക്ക് നല്ല ഭംഗിയാണ് എൻ്റെ മുകളിൽ നിന്ന് കാണാനും ഒക്കെ. ഞാൻ പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ അളിയനും വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നോക്കുമ്പോഴോ ഫോൺ എടുത്തുകൊണ്ട് വേറെ 1-2 ടീം നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ പോയിക്കുന്നു. വേറെ ആരുമല്ല, വൈഫും കുഞ്ഞും ഉമ്മച്ചിയൊക്കെയാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേനും ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി, ഇതിന്റെ പേരെനിക്ക് അത്ര അറിയത്തില്ല. അങ്ങനെ വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ പറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. നല്ല രസം അതിൻ്റെ അകത്ത് കയറാൻ. ഇതിന്റെ വേറൊരു ഐറ്റത്തിലാണ് ഞാനും വൈഫൂടെ കയറിയത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ രണ്ടും കൂടെ പിന്നെന്താ നേരെ അതിൻ്റെ അടുത്ത ആക്ടിവിറ്റി ആയ സ്ഥലത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അവിടെ ഓരോ സൈഡിൽ നോക്കുമ്പോഴത്തേനും കിട്ടിലും വീഡ്സും ഫോട്ടോഷൂട്ടുകളും എല്ലാം എടുക്കാൻ പറ്റിയ സൂപ്പർ ഏരിയ. നോക്കുമ്പോഴത്തേനും ക്രെയിനെ കൊണ്ടുവന്ന് താഴേക്ക് തലകീഴായിട്ട് ഒരു ടീം ഇറങ്ങിയിട്ട് താഴേക്ക് ലാൻഡ് ചെയ്തു. പിന്നെ ഞാനും വൈഫും കൂടെ അതിൻ്റെ അടുത്ത സൈഡിൽ പോയിട്ട് ഞങ്ങൾക്കുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളി സാധനം, നമ്മളെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട ഒരു സാധനം തന്നെ ഇത്. ഇങ്ങനെ കയറി അവനതിനെ ലോക്ക് ചെയ്ത് ബാക്കിലോട്ട് മാക്സിമം വലിച്ചിട്ട് ഒരു പിടക്ക സൂപ്പർ എന്ന് പറഞ്ഞ അടിപൊളി. അങ്ങനെ അതിൽ കുറേ നേരം ഞങ്ങളിരുന്ന് പിന്നെ വലുതായിട്ട് വേറെ ആക്ടിവിറ്റീസിലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല. പക്ഷെ സൂപ്പറായിരുന്നു, എനിക്കത് ഒരുപാട് ഇഷ്ടം. നമ്മൾ ബഹിരാകാശത്ത് പോകുന്ന കണക്ക് ഞാനും വൈഫും കൂടെ പോയി നല്ല കണക്ക് കാണേണ്ട എല്ലാ ലോകവും കണ്ടിട്ട് തിരിച്ചു പിന്നെ ഞങ്ങള് താഴേക്ക് ലാൻഡ് ചെയ്ത കണക്കാവുന്നത്. അതാ ഞാൻ പറഞ്ഞു, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് അത്. ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കുമ്പോഴത്തേനും ഒരു സൈഡിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നല്ലൊരു വ്യൂവും അതിന്റെ അടുത്ത സൈഡിൽ സ്വിമ്മിംഗ് പൂളാണ്. തിരിച്ചു പിന്നെ ഞാനും അളിയനും കൂടെ നേരെ ഇടയ്ക്കൂടെയൊക്കെ ചെറിയ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയതെല്ലാം എടുത്ത് തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ താഴെ വണ്ടി പാർക്കിങ്ങിന്റെ അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും മുന്നോട്ട് തന്നെ വിട്ടു. പോകുന്ന വഴിക്കാണെങ്കിലും നമ്മളെ വയനാടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മൂടൽ മഞ്ഞുകളുടെയും അല്ലെങ്കിൽ മഴയും എല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ താമരശ്ശേരി ചുരം. അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന എയർ പ്രിൻസിന്റെ വ്യൂ പോയിന്റിന്റെ അവിടെ താഴോട്ട് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ വണ്ടികളെല്ലാം കയറി വരുന്നതെല്ലാം കാണാൻ പറ്റി. അവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ ചുരം ഇറങ്ങി താഴേക്ക് പോകാൻ നിൽക്കി തുടങ്ങി. പകുതി എത്തുമ്പോഴത്തേനും അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കാണാൻ പറ്റിയേക്കും. പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ തോറും നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ബാക്കി വീണ്ടും നമ്മളെ ചാനലിൽ തുടരുന്നു.